ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് സീറോ മലബാർ ആസ്ഥാനം സന്ദർശിച്ചു. ഇത് ഇരു കൂട്ടരിൽ നിന്നും നമുക്കൊന്നും കിട്ടത്തില്ല, പക്ഷെ നമുക്ക് ചിലത് വായിച്ചെടുക്കാനുണ്ടാകും. UDF വളരെ കരുതലോടുകൂടി പോവുകയാണ്. കോൺഗ്രസിൽ നിന്ന് അകന്ന ക്രൈസ്തവ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരണം. അതിനുള്ള ഒരു ചുവടുവയ്പ് കൂടിയാണ് ഇത്. എന്തായിരിക്കാം അവിടെ നടന്നത്? കോൺഗ്രസിൽ നിന്നും ക്രൈസ്തവ വോട്ടുകൾ പൂർണ്ണമായി ഒരിക്കലും അകന്നിട്ടുണ്ട് എന്ന് കരുതാനാവില്ല. പക്ഷേ അരമന കയറുന്നതിൻ്റെ പിന്നിൽ ഉള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ട സമയമാണ്. ഇത് നോക്കൂ, കേവലം ഒരു ബിഷപ്പിൻ്റെ അരമനയിലല്ല വി ഡി സതീശൻ കഴിഞ്ഞ രാത്രി ചെന്ന് പെട്ടത്. അത് ക്ഷണിക്കപ്പെട്ടിട്ടാണോ, ഒരു സ്പർ ദ മൊമെൻറ്റ് എടുത്ത തീരുമാനമനുസരിച്ച് എന്നതാണോ എന്നറിയില്ല. കാക്കനാട് സിനഡ് കൂടുന്നു. 49ഓളം ബിഷപ്സാണുള്ളത് സീറോ മലബാർ സഭയ്ക്ക്. അതെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു അന്തരീക്ഷമാണ് സിനഡ് എന്ന് പറയുന്നത്. നിർണായക ചർച്ചകൾ, തീരുമാനങ്ങൾ, നയപരമായ കാര്യങ്ങൾ എല്ലാം എടുക്കുന്ന സമിതിയാണ്. റാഫേൽ തട്ടിൽ നേതൃത്വം നൽകുന്ന ബിഷപ്പ് റാഫേൽ തട്ടിൽ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനം. അവിടെ ഓരോരോ ബിഷപ്പുമാരെ അരമനകളിൽ അതത് ഭദ്രാസന അല്ലെങ്കിൽ രൂപത ഇടങ്ങളിൽ ചെന്ന് കാണുന്നു എന്നതിനേക്കാൾ അണ്ടർ വൺ റൂഫ് യു ആർ ഏബിൾ ടു സീ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ബിഷപ്സ്. ഇതാണ് ഒരു ധാരണ. സാധാരണ സിനഡ് സമ്മേളനം നടക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളെ അവിടെ വരുന്നതിന് ബിഷപ്പുമാർ സമ്മതിക്കാറില്ല, അല്ലെങ്കിൽ അതുമായിട്ട് ചുമതലക്കാർ സമ്മതിക്കാറില്ല. പക്ഷേ വി ഡി സതീശൻ ഈസ് സീൻ ആസ് എ സ്പെഷ്യൽ ക്യാരക്ടർ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സന്ദർശനത്തിന് പിന്നിലെ രാഷ്ട്രീയം, വ്യക്തിപരമായി സതീശൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില നേട്ടങ്ങൾ, കോൺഗ്രസ് പാർട്ടിക്കും UDF ഉണ്ടാകാൻ സാധ്യതയുള്ള പൊളിറ്റിക്കൽ ഫോൾ ഔട്ട്, ഇതെല്ലാം തന്നെ പരിശോധിക്കേണ്ട ഒരു സമയമാണ്. നോക്കൂ, ഈ വി ഡി സതീശൻ്റെ പൊളിറ്റിക്കൽ DNA എന്ത് തന്നെയാണെങ്കിലും ഒരു സോഷ്യോ കൾച്ചറൽ DNA ഉണ്ട് വി ഡി സതീശന്. അതിൽ ഏത് മതവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഡിനോമിനേഷൻ്റെ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോഴും അതിനെക്കുറിച്ച് കാര്യമായി പഠനം നടത്തി, വളരെ അക്കാദമികമായി തന്നെ പഠനം നടത്തി, കൃത്യമായി ഈ ടോണും ടെനറും ഉൾപ്പെടെ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന വൈഭവമുള്ള കേരളത്തിലെ അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് വി ഡി സതീശൻ. അല്ല എങ്കിൽ കുറച്ചുകൂടി കടത്തി പറയാം, വി ഡി സതീശനോളം ഭംഗിയായി ബൈബിൾ വചനങ്ങൾ, അല്ലെങ്കിൽ ക്രൈസ്തവ സൂക്തങ്ങൾ, അതും അല്ല എങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട സഭാ ചരിത്രവുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ വിശ്വാസ സംഹിതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, ഒരു ക്രൈസ്തവ ഓഡിയൻസിനോട് അവതരിപ്പിക്കാൻ ക്രൈസ്തവ ഇതര കമ്മ്യൂണിറ്റിയിലെ പൊതുപ്രവർത്തകരിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് വി ഡി സതീശൻ തന്നെയാണ്. അതൊരു ബ്രാൻഡാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ലാത്തത്, ശശി തരൂരിന് പോലും ഇല്ലാത്ത പ്ലസ് പോയിന്റാണ്. ആ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളാണ്. ഇതൊരു UDF മൊത്തത്തിൽ നേട്ടമുണ്ടാക്കണം. കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ല, ഇവിടെയൊക്കെയാണല്ലോ ക്രൈസ്തവ സാന്നിധ്യം. കൊല്ലം ജില്ലയുടെ വടക്ക് ഭാഗങ്ങൾ, അവിടെയൊക്കെയാണ് ക്രൈസ്തവ സാന്നിധ്യം നിർണായകമാകുന്നത്. കേരളത്തിലെ ഒരു ജില്ല പോലും ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ജില്ലയില്ല എന്ന് ഓർക്കണം. കോട്ടയം ജില്ല പോലും ഹിന്ദു ഭൂരിപക്ഷ ജില്ലയാണ്. അകപ്പാടെ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയുള്ളത് മലപ്പുറം ജില്ലയാണ്. അത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ജില്ലയാണ്. പക്ഷേ ക്രൈസ്തവർ നിർണായക വോട്ട് ബാങ്ക് എന്ന് പറയാനാവില്ലായെങ്കിലും നിർണായക സാന്നിധ്യമാണ്. 18% കേരളത്തിൻ്റെ ജനസംഖ്യ. അവിടെ തന്നെ കോട്ടയത്തെ ഫലം ഇപ്പോൾ UDF വലിയ പ്രതീക്ഷയിലാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്ത് നിൽക്കുമ്പോഴും ജോസഫ് ഗ്രൂപ്പിൻ്റെയും കോൺഗ്രസിൻ്റെയും മാത്രം ബലത്തിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDF ഭൂരിപക്ഷം സീറ്റുകളും 9-ൽ 6 സീറ്റുകളെങ്കിലും ലഭിക്കുമെന്നാണ് സതീശൻ്റെ കണക്ക്. പത്തനംതിട്ട ജില്ലയിലെ 5 സീറ്റുകളും, ആകെയുള്ള 5-ൽ 5 സീറ്റുകളും ഇടതുപക്ഷത്തായിരുന്നു. അതെല്ലാം തന്നെ UDF ന്യായമായി പ്രതീക്ഷിക്കുന്നു, അടൂർ പ്രതീക്ഷിക്കുന്നു. അല്ല, മുൻകാലങ്ങളിൽ UDF ഒരു തട്ടകമായിരുന്നു പത്തനംതിട്ട ജില്ല. തട്ടകമായിരുന്നു. 5 സീറ്റുകൾ 7 സീറ്റുകൾ ഉണ്ടായിരുന്നു. റാന്നിയൊക്കെ അക്കൂട്ടത്തിൽ വരുന്നതാണ്. റാന്നി ഇറക്കാലം ഈ രാജു എബ്രഹാം എന്ന, അത് രാജു എബ്രഹാമിന് മുമ്പ് ഈ സണ്ണി പനവേലി ഉണ്ടായിരുന്നു. അതുപോലെ ആ ഒരു കാലഘട്ടത്തൊക്കെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള നിർണായക സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് രാജു എബ്രഹാമിൻ്റെ ശേഷം ആ ഒരു കനാന എഫക്റ്റ് എന്നൊക്കെ ചിലരൊക്കെ പറയും. കനാന സമുദായത്തിൽപ്പെടുന്ന ഏക പ്രമുഖ രാഷ്ട്രീയ നേതാവ് അത് ഇടതുപക്ഷത്താണ്. അപ്പം അതുപോലെ മർത്തോമ സമുദായത്തിനും കനാനായ സമുദായത്തിനും റാന്നിയിൽ നിർണായക സാന്നിധ്യമുണ്ട്.
അപ്പോൾ അതൊക്കെ രാജു എബ്രഹാം മുതലാക്കിയത്. ഇപ്പോൾ അത് ഘടകകക്ഷി ആണ്. CPM-ന്റെ സീറ്റല്ല എന്ന് ഓർക്കണം. റാന്നി സീറ്റ് ഇപ്പോൾ കേരള കേരള കോൺഗ്രസ് ഗ്രൂപ്പിനാണ്. അത് വളരെ തുച്ഛമായ വോട്ടിനാണ് ജയിച്ചു പോയത്. പ്രമോദ് നാരായൺ തുച്ഛമായ 1029 വോട്ടിന് മാത്രം. അതെ. അപ്പോൾ അവിടെ ഞാനൊരു സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. റാന്നി, തിരുവല്ല കടുത്ത UDF മണ്ഡലമാണ്. പക്ഷേ മാത്യു ടി തോമസ് എന്ന ഇടതുപക്ഷത്തെ ഒരു പ്രമുഖനായ നേതാവ്, ഘടകകക്ഷി നേതാവ്, ഒരു മാർത്തോമ വൈദികന്റെ മകൻ കൂടിയാണ്. അദ്ദേഹം നിരന്തരമായി ജയിച്ചു വരുന്നു. അദ്ദേഹത്തെ പരാജയപ്പെടുത്താനാവില്ല. ക്ലീൻ പ്രതിച്ഛായയാണ്. അതൊക്കെയാണ്. അപ്പോൾ ഇടത് സ്വഭാവം ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പോലും ഇടതുപക്ഷം ജയിക്കുന്നു. അങ്ങനെയെങ്കിൽ UDF-ന് ജയിക്കണമെങ്കിൽ കൃത്യമായ ഒരു കൺസോളിഡേഷൻ, റിലീജിയസ് കൺസോളിഡേഷൻ തന്നെ ഉണ്ടാകണമെന്നൊരു തിയറിയാണ്. അത് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കുറച്ച് പ്രബലമാണ്. അങ്ങനെയെങ്കിൽ ഇടുക്കി ജില്ലയിൽ കത്തോലിക്ക സാന്നിധ്യം വളരെ കൂടുതലാണ്. കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിൽ ആ കത്തോലിക്ക സാന്നിധ്യം മാത്രമല്ല, ഓർത്തഡോക്സ് മാർത്തോമ സാന്നിധ്യവും വളരെ പ്രധാനമാണ്. കത്തോലിക്ക വിഭാഗത്തിനെങ്കിലും മൊത്തം വോട്ടിൽ ക്രൈസ്തവർ 18% കേരള ജനസംഖ്യയുടെ കൃത്യം പകുതിയെങ്കിലും കത്തോലിക്ക വിഭാഗമാണ്. അതിൻ്റെ 1/3, അതായത് 3 റീത്തുകളാണ്. ലത്തീൻ റീത്ത്, സീറോ മലങ്കര റീത്ത്, സീറോ മലബാർ റീത്ത്. ഈ സീറോ മലബാർ റീത്തിലെ ആളുകളെയാണ്, ബിഷപ്പുമാരെയാണ് കാണാനെത്തിയത്. എന്താണ് അടച്ചിട്ട മുറികളിൽ ഇൻ ക്യാമറ സെഷനിൽ സംസാരിച്ചത് എന്നത് ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമല്ല. സതീശനും പറയില്ല, ബിഷപ്പുമാരും പറയില്ല. ഞങ്ങൾക്ക് സഭ സീസറിനുള്ള സീസറിനും കർത്താവിനുള്ളത് കർത്താവിനും എന്ന രീതിയിൽ തന്നെയാണ് സഭയുടെ നിലപാട്. അങ്ങനെ പറയൂ. പക്ഷേ നിർണായകമായ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവാം. കാരണം പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സഭകൾ എപ്പോഴും UDF-നോട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. തങ്ങളുടെ സമുദായത്തിന് ഇന്നാരെയൊക്കെ എന്ന് പറയില്ലായിരിക്കാം, ഇത്ര ആളുകളെ പരിഗണിച്ചാൽ നന്നായിരിക്കും എന്ന് ഏതാണ്ട് എല്ലാ സഭകളും അനൗപചാരികമായി പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവിനോടല്ലാതെ മറ്റാരോടാണ് പറയുക? കത്തോലിക്കനായ ഒരാൾ KPCC പ്രസിഡന്റാണ്, സണ്ണി ജോസഫ്. അത് മലയോര കുടിയേറ്റ മേഖല കണ്ണൂർ. ഇവരെല്ലാം തന്നെ കണ്ണൂരൊക്കെ പോയതൊക്കെ പലരും ഈ മധ്യ തിരുവിതാംകൂർ മേഖലയിൽ നിന്നോ മധ്യ കേരളത്തിൽ നിന്നോ ഒക്കെ തന്നെ കുടിയേറിയവരാണ്. കണ്ണൂരൊക്കെയുള്ള ക്രൈസ്തവ സാന്നിധ്യം. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇതൊരു ഗുഡ് വിൽ ഫാക്ടറാണ്. അപ്പം ക്രിസ്ത്യൻ ഔട്ട്റീച്ച് BJP തകൃതിയായി നടത്തുന്നു എന്ന് ഓർക്കണം. ആ പശ്ചാത്തലത്തിലാണ് എന്തുകൊണ്ട് LDF-ന്റെ കോർ ക്രിസ്ത്യൻ വോട്ടുകൾ അവിടെ നിൽക്കും. പക്ഷെ അതിൽ കാര്യമായി വിള്ളലുണ്ടാകണമെന്നില്ല. പക്ഷേ നിഷ്പക്ഷരായി നിൽക്കുന്ന ഒരുപാട് ക്രിസ്ത്യൻ വോട്ടേഴ്സ് ഉണ്ട്. അവരിൽ ചിലരെങ്കിലും BJP പക്ഷത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. കാരണം BJP വലിയ പ്രചരണമാണ്. ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ആദ്യം തുടങ്ങിയത് BJP-ആണ്, കോൺഗ്രസ് അല്ല. കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കായിട്ട് കാണുന്നതാണ് ക്രിസ്ത്യൻസ്, മുസ്ലിംസ്. അങ്ങനെയെങ്കിൽ അനൂപ് ആൻ്റണി തിരുവല്ലയിൽ മത്സരിക്കുന്നു, സംഘടനയുടെ വൈസ് പ്രസിഡന്റ്. അതുപോലെ ഷോൺ ജോർജ്, PC ജോർജിന്റെ മകൻ, പൂഞ്ഞാറിലല്ല മത്സരിക്കുന്നത്, പാലായിലാവാനാണ് സാധ്യത. പാലായിൽ കടുത്ത ത്രികോണ മത്സരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഷോൺ ജോർജ് ഇവിടെ മത്സരരംഗത്തിറങ്ങുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ക്രൈസ്തവ സമുദായത്തിൽ പെടുന്ന പേര് പറയുന്നുണ്ട്. ആ പേര് പറയും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്രൈസ്തവ മുഖങ്ങൾ. ആന്റണിയുടെ മകൻ, AK ആന്റണിയുടെ മകൻ, ലത്തീൻ കത്തോലിക്ക മറ്റൊരു ക്രൈസ്തവ മുഖം കൂടെ വന്നിട്ടുണ്ട്, റെജി ലൂക്കോസ് എന്ന ഇടത്ത് നിരീക്ഷകൻ മാറി ചിന്തിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്രൈസ്തവ മനസ്സുകളിൽ ഉള്ള ഇടം നഷ്ടപ്പെടാതെ നോക്കുക എന്നത് വളരെ നിർണായകമാണ്. അല്ല എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ ലഭിച്ച മുന്നാക്കം നിലനിർത്താൻ ആവശ്യമാണെന്ന് VD സതീശൻ കരുതുന്നു. VD സതീശൻ ഒരു ത്രികോണ പോരിൽ, അതായത് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഈ ത്രികോണ പോരിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് തനിക്കാണ്. എല്ലാ സമുദായത്തിൻ്റെയും പിന്തുണ തനിക്കാണ്. അതാണ് NSS-ൻ്റെ പിന്തുണ, ക്രൈസ്തവ സമുദായത്തിൻ്റെ പിന്തുണ. ഇതെല്ലാം ആത്യന്തിക പരിഗണനയിൽ വരും എന്നൊരു ചിന്തയാണ് ആത്യന്തികമായി ഹൈക്കമാൻഡ് തീരുമാനിക്കുമെങ്കിൽ പോലും ഈ ചിന്തയ്ക്ക് ഉപോത്ബലകമായ വൺ മോർ സ്റ്റെപ്പ് ഇൻ ദി റൈറ്റ് ഡയറക്ഷൻ ഇതാണ് സതീശൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.